പ്രബോധന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. ഇപ്പോൾ ബഹുമാനായ ജേക്കബ് ഡാനിയൽ അച്ഛൻ ചുരുങ്ങിയ വാക്കുകൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ആവശ്യമായിട്ടുള്ള പ്രബോധനം നൽകുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വന്ദ്യരും ശ്രേഷ്ഠരുമായ വൈദിക സഹോദരങ്ങളെ, ഇന്ന് വിവാഹത്തിനായി കടന്നു വന്നിരിക്കുന്ന പ്രിയ മക്കളെ, അവരുടെ മാതാപിതാക്കൾ ഇവരുടെ വിവാഹത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുകൊള്ളുവാനും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇവരെ അനുഗ്രഹിക്കുവാനും തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന സ്നേഹിതരും ബന്ധുക്കളും ചാർച്ചക്കാരും പ്രിയപ്പെട്ടവരുമേ, വിവാഹമെന്നത് ദൈവത്താൽ നിയമിക്കപ്പെട്ട വലിയൊരു കൂദാശയാണ്. വിവാഹം ലോകത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, വ്യത്യസ്ത ഭവനങ്ങളിലൊക്കെ പാർത്തിരുന്ന രണ്ട് മക്കൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരിലൂടെ കൂദാശയുടെ അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവിൽ ഒന്നു ചേരുന്ന ആ ഒരു വലിയ അനുഭവമാണ് വിവാഹമെന്നതിലൂടെ സാധ്യമാകുന്നത്. ഒന്നും ചേർന്ന് വലിയ ഒരു ഒന്നായി മാറുന്ന അനുഭവം. മനുഷ്യനെ സൃഷ്ടിച്ചു, എല്ലാറ്റിനെയും സൃഷ്ടിച്ചവനായ ദൈവം നല്ലത് എന്ന് കണ്ടെങ്കിലും മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടു. അവനൊരു തക്ക തുണയെ കൂട്ടിച്ചേർത്ത് കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. മനുഷ്യന് നിദ്ര വരുത്തിയിട്ട് അവനിൽ നിന്ന് അവൻ്റെ അസ്ഥി എടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ച് അവൻ്റെ മുന്നിൽ നിർത്തി. ലോകത്തിലെ ആദ്യത്തെ പ്രേമ കാവ്യം അവിടെ രചിക്കപ്പെട്ടു. ഇവളെൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവുമാകുന്നു. ദൈവം അവരെ കുടുംബമായി അനുഗ്രഹിച്ചു. ഇന്നത്തെ വിവാഹ ശുശ്രൂഷയിലൂടെ പൂർവ്വപിതാക്കളെ അനുഗ്രഹിച്ചതായ ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ പ്രിയ മക്കളുടെ മേൽ കടന്നു വരുവാൻ തക്കവണ്ണമായിട്ട് വന്യരായ ശ്രേഷ്ഠരായ ആചാര്യന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളും ചേർന്ന് ദേവ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നാം ചേർന്ന് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം, തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം ഇന്ന് വിവാഹമോചന കേസുകളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ചെറിയ കുടുംബങ്ങളിൽ 1ഉം 2ഉം ആയിട്ട് വളരുന്ന കുഞ്ഞുങ്ങൾ ജീവിതത്തിൻ്റേതായ എല്ലാ സ്വാതന്ത്ര്യത്തോടും സൗകര്യത്തോടും ആണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ മാതാപിതാക്കളുടെ പരിലാളനയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ വിവാഹമെന്ന കൂദാശയിലൂടെ, ഞങ്ങളിവിടെ കൂദാശയിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ, കർത്താവ് കൽപ്പിച്ചതുപോലെ ഇവളുടെ മാതാപിതാക്കളെ വിട്ട് ഇവളുടെ ഭർത്താവിനോട് ചേരും. മാതാപിതാക്കളെ വിട്ട് ഭർത്താവിനോട് ചേരുമ്പോൾ പഴയ കാലത്തെ സാഹചര്യങ്ങളല്ല. ഇന്ന് വാസ്തവത്തിൽ വെള്ളത്തിൽ നിന്ന് കരയിലെടുത്തിടുന്ന ഒരു മീന് എന്തുമാത്രം പ്രാണന് വേണ്ടി പിടയുന്നുവോ ആ അവസ്ഥയിലുള്ള ഒരു ഭീതിയോടുകൂടെയാണ് ഇന്ന് വരൻ്റെ ഭവനത്തിലേക്കൊക്കെ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യൻ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു, എന്നാൽ കുടുംബജീവിതങ്ങൾ പലതും തകർന്നു പോകുന്നു. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ഒന്നുമായിരിക്കുന്ന ഈ പ്രിയ മക്കളെ പരിശുദ്ധാത്മാവാകുന്ന ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വെൽഡിംഗ് റോഡ് കൊണ്ട് പരസ്പരം ഇവരെ വെൽഡ് ചെയ്ത് ഒരിക്കലും ഇളക്കി മാറ്റുവാൻ, മരണം വേർപിരിക്കും വരെയും ഇളക്കി മാറ്റുവാൻ സാധിക്കാത്ത ഒരു ദൃഢമായ ഒരു ബന്ധത്തിലേക്കാണ് ഇന്ന് ഈ കുഞ്ഞുങ്ങളെ കൗദാശിക ശുശ്രൂഷയിലൂടെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഞാൻ വിവാഹത്തിൻ്റെ ശുശ്രൂഷയിൽ ഓർക്കുന്ന വായിച്ച ഒരു സംഭവമുണ്ട്. ഭർത്താവും ഭാര്യയുമെന്ന് പറയുന്നതിനെ നമുക്ക് പരിചിതമായ ഒരു കുരുമുളക് ചെടിയോട് ഉപമിച്ചുകൊണ്ട് ഒരു വലിയ മനുഷ്യൻ പറഞ്ഞ ഒരു സംഭവം എൻ്റെ ഓർമ്മയിൽ വന്നു. കുരുമുളക് ചെടിയെന്ന് പറയുമ്പോൾ താങ്ങ് ചെടിയോട് ചേർന്ന്
താങ്ങ് മരത്തോട് ചേർന്ന കുരുമുളക് ചെടി പറ്റിപ്പിടിച്ച് വളരുന്ന ഒരനുഭവം. പ്രിയപ്പെട്ടവരെ, പരസ്പരം കരുതുവാനും പങ്കുവയ്ക്കുവാനും ആശ്രയമായി, ഒരാൾ മറ്റൊരാൾക്ക് ആശ്രയമായി മാറുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഇത് വളർന്നു വരുമ്പോൾ ഈ കുരുമുളകിൻ്റെ ഇലകൾ തന്നെ അത് പൊഴിച്ചിട്ട്, വാടിയ ഇല, പഴുത്ത ഇലകൾ പൊഴിച്ച് ഇതിന്, ഈ ചെടിക്ക് വളമായി, താങ്ങ് ചെടിക്ക് വളമായി നൽകുന്നു. കുടുംബജീവിതത്തിൽ താൻ കഷ്ടങ്ങളും ക്ലേശങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോഴും താൻ മറ്റൊരാൾക്ക്, എൻ്റെ പങ്കാളിക്ക് വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ഘടകമായി മാറുന്ന അനുഭവം. അതുപോലെ ഈ കുരുമുളക് ചെടിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കുമ്പോൾ കുരുമുളക് ചെടി വളരും. താങ്ങുമരത്തേക്കാൾ കൂടുതലായിട്ട് ചിലപ്പോൾ അത് വളർന്നേക്കാം. പക്ഷേ അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പോവുകയല്ല, വളർച്ചയെത്തുമ്പോൾ അത് താഴേക്ക് തൂങ്ങി വളരുന്നതായിട്ട് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ആരും വീട് ഭരണം നടത്തുന്ന കുടുംബിനികളല്ല. എല്ലാവരും വ്യത്യസ്തമായ തലങ്ങളിൽ, ഔദ്യോഗിക തലങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ, രണ്ടുപേരും ഏണിംഗ് മെമ്പേഴ്സ് ആകുമ്പോൾ ഒരുപക്ഷെ ഭർത്താവിനേക്കാൾ കൂടുതലായിട്ട് ശമ്പളം കിട്ടുന്നത് ഭാര്യയ്ക്കാകാം. ഈ കുരുമുളക് ചെടി എത്രത്തോളം വളർന്നാലും താങ്ങുമരത്തിന് മുകളിൽ ചെന്നാൽ അത് ചരിഞ്ഞ്, അത് താഴേക്കാണ് വളരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, എത്രത്തോളം ഒരു ദൈവം തന്ന ജീവിത പങ്കാളിയോടൊപ്പം ഒരു സ്ത്രീ വളർന്നാലും ദൈവം, കർത്താവ് സഭയുടെ തലയാകുന്നത് പോലെ പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു എന്നുള്ള ആ ദൈവീക വചനം ഓർത്തുകൊണ്ട് അവന് വിധേയപ്പെട്ട കുടുംബജീവിതത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ ആ കുരുമുളക് ചെടി കീഴേക്ക് വളരുന്ന അനുഭവം ഉണ്ടാകുന്നത് പോലെ പരിമിതിക്കുള്ളിൽ ആ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. ഇനി കുരുമുളകിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു കുരുമുളക് വള്ളി തായ് മരത്തിൽ നിന്ന്, താങ്ങുമരത്തിൽ നിന്ന് വലിച്ചു പറിച്ചാൽ അതിൻ്റെ വേരിളക്കിയെടുക്കാൻ വലിയ പാടാണ്. പക്ഷേ നമ്മൾ പാടുപെട്ട് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ ആ ചെടി സ്വതന്ത്രമായി വളരുവാൻ അതിന് പിന്നെ ശക്തിയില്ല, അതിൻ്റെ വളർച്ച കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൽ ദൈവം നമ്മെ ഒന്നായിട്ട്, ഇന്ന് ഈ കുഞ്ഞുങ്ങളെ ഒന്നായിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ ഇരുവരും, ഇനി നിങ്ങൾ രണ്ടല്ല, നിങ്ങൾ ഒരു ശരീരമാകുന്നു. ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ജീവിതത്തിൻ്റെ നിലവാരങ്ങൾ ഉണ്ടാകാം, ഔദ്യോഗിക സ്റ്റാറ്റസുകൾ ഉണ്ടാകാം, സാമ്പത്തിക നിലയുടെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, സൗന്ദര്യത്തിൻ്റെ തലത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കുടുംബ പശ്ചാത്തലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമൊക്കെ ഒരുപക്ഷെ നമ്മുടെ ബന്ധത്തിന് വിള്ളലുകൾ ഉണ്ടാക്കാൻ തക്കവണ്ണം ശ്രമിക്കുന്ന, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈ തായ്തടിയിൽ നിന്ന് കഠിനമായ ശക്തമായ ഫോഴ്സ് ചെലുത്തിയിട്ട് ഈ കുരുമുളക് വള്ളിയെ പറിച്ചു മാറ്റാൻ ശ്രമിച്ചേക്കും. ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഒന്നോർക്കുക, ഇതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ, താങ്ങുമരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഈ കുരുമുളക് വള്ളിക്ക് വളർച്ചയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ മക്കളെ, ദൈവസന്നിധിയിൽ ഇന്ന് നിങ്ങളെ ഒന്നിപ്പിക്കുമ്പോൾ പരസ്പരം കരുതുന്നവനും പങ്കുവയ്ക്കുന്നവനും പരസ്പരം ദൈവസന്നിധിയിൽ ഒന്നായി പ്രാർത്ഥിക്കുന്നവരും, പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിക്കുന്ന ഭവനം, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഭവനം ഒരുമിച്ച് പാർക്കുന്നു എന്ന് പിതാക്കന്മാരൊക്കെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതുപോലെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പരസ്പരം വളമായി, താങ്ങായി, കരുതലായി, പരസ്പരം വിധേയപ്പെട്ടുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മാതൃകയുള്ള ഒരു കുടുംബജീവിതം നയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. അങ്ങനെയാകുമ്പോൾ നിങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഞങ്ങളും നിങ്ങളെ സ്നേഹിക്കുന്നവരുമൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥനയുമായി നിങ്ങളോടൊപ്പമുണ്ടാകും. അപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വന്യരും ശ്രേഷ്ഠരുമായ വൈദിക സഹോദരങ്ങളുടെ പേരിലും ഇവിടെയുള്ള കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരുടെയും പേരിലുമുള്ള എല്ലാ വിവാഹ മംഗള ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ മക്കളുടെ കുടുംബജീവിതം അനുഗ്രഹമായി തീരുന്നതിന് അല്പസമയം നമുക്കെല്ലാവർക്കും മൗനമായി പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ.